നമസ്കാരം. പ്രധാന വാർത്തകൾ. അസാധാരണ നടപടിയുമായി ലോകായുക്ത. ദുരിതാശ്വാസ നിധി വകമേറ്റൽ കേസിൽ വാർത്താക്കുറിപ്പിറക്കി വിശദീകരണം. ഭിന്നവിധി ആക്ഷേപത്തിൽ കഴമ്പില്ല. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്നും വിശദീകരണം. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി വിവാദത്തിൽ വത്തിക്കാന്റെ ഇടപെടൽ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട നഷ്ടം കോട്ടപ്പടി, ദേവികുളം എന്നിവിടങ്ങളിലെ ഭൂമി വിറ്റ് നികത്തണമെന്ന് വത്തിക്കാൻ പരമോന്നത കോടതി. അരിക്കൊമ്പൻ കേസിൽ സർക്കാർ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഹൈക്കോടതി വിദഗ്ധ സമിതി തീരുമാനം യുക്തിസഹമെന്ന നിരീക്ഷണം. ആനയുടെ പുനരധിവാസം പറമ്പിക്കുളത്ത് തന്നെ. താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ ഷാഫിയെ കർണാടകയിൽ നിന്നും വടകരയിലെത്തിച്ചു. DIG ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ SP ഓഫീസിൽ. തട്ടിക്കൊണ്ടുപോകൽ നടന്നത് 11 ദിവസം മുൻപ്. അബ്ദുൾ നാസർ മാദിനിക്ക് കേരളത്തിലെത്താം. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചു സുപ്രീം കോടതി. പിതാവിനെ കാണാൻ ജൂലൈ 10 വരെ കേരളത്തിൽ തങ്ങാമെന്നും കോടതി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ പരീക്ഷണം ഓട്ടം പൂർത്തിയായി. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 5:10 പുറപ്പെട്ടു. 12:20 കണ്ണൂരിലെത്തി. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയത് 7 മണിക്കൂർ 10 മിനിറ്റ് പിന്നിട്ട്. കർണാടകയിൽ BJPക്ക് വീണ്ടും തിരിച്ചടി. പാർട്ടി വിട്ട മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാറും കോൺഗ്രസിൽ ചേർന്നു. ഹുബ്ലി ധാർവാഡ് മണ്ഡലത്തിൽ ഷട്ടാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി.